നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തേജസ് ന്യൂസ് തയ്യാറാക്കുന്ന മണ്ഡല കാഴ്ചകളിലേക്ക് സ്വാഗതം. ആദ്യമായി വയനാട് മണ്ഡലത്തെക്കുറിച്ച്. രൂപീകരിച്ച അന്നു മുതൽ കോൺഗ്രസ് വിജയിച്ച മണ്ഡലമാണ് വയനാട്. 2009 15ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MI ഷാനവാസാണ് ആദ്യമായി വയനാടിൻ്റെ പ്രതിനിധിയായി ലോക്സഭയിൽ എത്തിയത്. CPI സ്ഥാനാർത്ഥി M റഹ്മത്തുള്ളയെ പരാജയപ്പെടുത്തിയാണ് MI ഷാനവാസ് അന്ന് വിജയിച്ചത്. തുടർന്ന് 2014 ഷാനവാസ് വിജയിച്ചു. അന്ന് CPIയിലെ സത്യൻ മൊകേരിയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. MI ഷാനവാസിൻ്റെ നിര്യാണത്തോടെ കുറച്ചുകാലം MP ഇല്ലാതിരുന്ന വയനാട് മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ നേരത്തെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച LDFന് പ്രചരണം ശക്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 2009 കന്നി തിരഞ്ഞെടുപ്പിൽ 1,53,439 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് വോട്ടർമാർ MI ഷാനവാസിന് സമ്മാനിച്ചത്. CPIയിലെ അഡ്വക്കേറ്റ് M റഹ്മത്തുള്ളയ്ക്ക് 2,57,264 വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. NCPയിലെ K മുരളീധരന് 99,663 വോട്ടും ലഭിച്ചു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഭൂരിപക്ഷത്തിൽ വൻ കുറവ് ഉണ്ടായി. 3,77,035 വോട്ട് MI ഷാനവാസ് നേടിയപ്പോൾ സത്യൻ മൊകേരിക്ക് 3,56,165 വോട്ട് ലഭിച്ചു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ പിറവിയെടുത്ത വയനാട് മണ്ഡലത്തിൽ വയനാട് ജില്ലയിലെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മണ്ഡലവും മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ അസംബ്ലി മണ്ഡലങ്ങളുമാണ് ഉള്ളത്. വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ ബത്തേരിയിൽ മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചത്. മാനന്തവാടിയും കൽപ്പറ്റയും നഷ്ടപ്പെട്ടിരുന്നു. വയനാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലും LDF ആണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. ഐക്യജനാധിപത്യ മുന്നണിക്ക് ശക്തമായ സ്വാധീനമുള്ള ഏറനാടും വണ്ടൂരും ഈ മണ്ഡലങ്ങളിൽ ആണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനുവരി 30 വരെ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ കണക്കനുസരിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 13,25,788 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 6,55,786 പേർ പുരുഷ വോട്ടർമാരാണ്. 6,70,002 പേരാണ് സ്ത്രീ വോട്ടർമാരായി ഉള്ളത്. വയനാട് ജില്ലയിൽ നിന്നും 5,81,245 വോട്ടർമാരാണ് പട്ടികയിൽ ഉള്ളത്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് വണ്ടൂർ നിയോജക മണ്ഡലത്തിലാണ്. 2,10,051 വോട്ടർമാരാണ് അവിടെയുള്ളത്. കുറവ് തിരുവമ്പാടി മണ്ഡലത്തിലാണ്. 1,65,460 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. വണ്ടൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാർ ഉള്ളത്. എന്നാൽ ഏറനാട് ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. കാർഷിക വിളകളുടെ വിലത്തകർച്ച, വന്യമൃഗശല്യം, വ്യോമജല റെയിൽ ഗതാഗത സംവിധാനങ്ങളുടെ അഭാവം, രാത്രിയാത്രാ നിരോധനം തുടങ്ങി മറ്റ് മണ്ഡലങ്ങളിൽ ഒന്നുമില്ലാത്ത പ്രതിസന്ധികളാണ് വയനാട് മണ്ഡലത്തിൽ ഏറ്റവുമധികം തിരഞ്ഞെടുപ്പോടെ ചർച്ചയാവുക. കർഷകർ ഏറെയുള്ള മണ്ഡലത്തിൽ കാർഷിക പ്രശ്നങ്ങൾ തന്നെയാകും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയെന്നും ഉറപ്പ്. ഗ്രൂപ്പ് തർക്കങ്ങളിൽ കുടുങ്ങി UDF സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് കാരണം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുൻതൂക്കം നേടാനാവുമെന്ന കണക്കുകൂട്ടലിലാണ് LDF ഉള്ളത്. എന്നാൽ LDF സ്ഥാനാർത്ഥി PP സുനീർ മണ്ഡലത്തിൽ അത്രയൊന്നും പരിചയസമ്പന്നനല്ല എന്നുള്ളത് അവരുടെ വിജയപ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. SDPIക്ക് ഗണ്യമായ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് വയനാട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ SDPI മണ്ഡലത്തിൽ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയിരുന്നു. പാർട്ടി ചിഹ്നത്തിൽ ജനവിധി തേടിയ ജലീൽ നീലാമ്പ്ര അന്ന് 15,000-ഓളം വോട്ട് നേടുകയും ചെയ്തു. SDPI സ്ഥാനാർത്ഥി നേടിയ വോട്ടുകൾ UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിയുന്നതിന് മുഖ്യ കാരണമാവുകയും ചെയ്തു.